കാർത്തിക് സൂര്യയുടെ ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് നിർത്തിയപ്പോൾ ഒരുപാട് കഥകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കഥകൾക്കൊക്കെ ഒരു തിരശീലയാണ് ഇന്നത്തെ അവരുടെ വീഡിയോ. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. Welcome back to Andapan Talkies. This is RJ Andapan and you are listening to Andapan Talkies podcast. മലയാളമാണ്. So yeah, as I said, welcome back. And ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളീസിന് പോഡ്കാസ്റ്റിംഗ് കുറച്ചും കൂടെ ഭയങ്കര ഫെമിലിയർ ആക്കിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിംഗ് ചാനൽ തന്നെയാണ്. കൂട്ടുകാർ, ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് അവരിരുന്ന് സംസാരിക്കുന്നതും അവരുടെ കുറേ കാര്യങ്ങളും ഒക്കെയാണ് എന്തായാലും ആ പോഡ്കാസ്റ്റിലൂടെ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു, സ്പോട്ടിഫൈയിൽ മാത്രം 8.7K ആൾക്കാർ റേറ്റ് ചെയ്തിട്ട് 4.8 റേറ്റിംഗ് ഉള്ള പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിലൊക്കെ റേറ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ആൻഡ് യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 384K സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അവർ ഓൾമോസ്റ്റ് ഒരു 335 എപ്പിസോഡ്സ്, അതായത് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. 2020 അവർ തുടങ്ങുന്നത്. നവംബർ 1 തുടങ്ങിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ആ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഞാനൊരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ബാക്കി സംഭവങ്ങളോ ഒന്നും വേണ്ട. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ പോഡ്കാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട്, എനിക്കൊന്നും സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആരും അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, എന്താണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓണസ്റ്റായിട്ട് പറയാമല്ലോ, ഞാൻ അവരുടെ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷെ ഞാനൊരു റെഗുലർ ആയിട്ടുള്ളൊരു ലിസണർ അല്ല അവരുടെ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ കംപ്ലീറ്റ് പാറ്റേൺ സ്റ്റൈലൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ കാണാറുണ്ട്, കണ്ടിട്ടില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് അറിയത്തേയില്ല അങ്ങനെയല്ല. ഞാൻ അവരുടെ എപ്പിസോഡ്സൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ലോങ് ഫോർമാറ്റ് വീഡിയോസ് ഉണ്ടല്ലോ, ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെയൊക്കെ സാധനങ്ങൾ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളുടെ ഒരു ബിഗ് ഫാനല്ല ഞാൻ. ഭയങ്കര ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് അങ്ങനത്തെയാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ എപ്പിസോഡ്സ് അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ ഫോളോ ചെയ്യാറുള്ളതും ഞാൻ പല റെഫറൻസ് എടുക്കാറുള്ള ഒരു പോഡ്കാസ്റ്റ് ചാനൽ തന്നെയാണ്. ഇതിനെപ്പറ്റി ഇപ്പം സംസാരിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്പ്ലിറ്റായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സ്പ്ലിറ്റായി കാർത്തിക്കും ബാക്കി ഉള്ളവരും മാറിയപ്പോൾ യൂഷ്വലി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമുക്കെല്ലാവർക്കും മലയാളീസിനും നമുക്കെല്ലാവർക്കും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തായിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടാവുക ഒന്നറിയണമല്ലോ എന്നുള്ളൊരു സാധനം ഇങ്ങനെ കിടക്കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അവരാരും കൃത്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കഥകൾ, ഊഹാഭോഗങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പല സ്ഥലത്തു നിന്നും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കമൻറ്റ് സെക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളി. അത് അവരുടെ പുതിയ വീഡിയോയിലൂടെ ഓൾ സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന അവരുടെ പേജുണ്ട്, അതിലുള്ള അവരുടെ വ്ളോഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റിയാണ് കൂടുതലായിട്ട് അവർ കാണിച്ച് പോകാറുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ അവരിന്ന് ലൈഫ് ആഫ്റ്റർ പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരത് പോഡ്കാസ്റ്റ് തിരിച്ചു വരികയാണ് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. പോഡ്കാസ്റ്റിലേക്ക് ആര് വരുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആളുകൾ കൂടുമ്പോൾ നമ്മുടെ മേഖല കുറച്ചും കൂടെ ഒന്ന് ഹിറ്റ് ആവുമല്ലോ. യൂട്യൂബ് മാത്രമല്ല പോഡ്കാസ്റ്റിങ്ങിൻ്റെ, സ്പോട്ടിഫൈ, ആങ്കർ, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ പുറകിലുള്ള സംഭവങ്ങളുണ്ട്. ഓഡിയോ മാത്രമുള്ള പോഡ്കാസ്റ്റുകളുണ്ട്. സോ അപ്പോൾ അതിലേക്ക് ഒരാൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 2018 മുതൽ പോഡ്കാസ്റ്റിംഗ് മേഖലയിലുള്ള ഒരാളാണ് ഞാൻ. ഇവർ തുടങ്ങുന്നതിന് 2 വർഷം സീനിയറാണ് ഞാൻ. പക്ഷേ കാര്യമില്ല, ഇവരുടെ അത്രയൊന്നും ലിസണേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബേഴ്സോ ഒന്നും നമുക്കില്ല. ഞാൻ 2020 ഇവർ കയറുന്ന സമയമായപ്പോഴേക്കും ഞാൻ ആക്ച്വലി പോഡ്കാസ്റ്റിംഗ് മിർച്ചിയിൽ കയറി. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവരുടെ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര സൂപ്പറായിട്ടിരുന്നൊരു സമയത്താണ് ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഞാൻ ആ സ്റ്റോപ്പ് ചെയ്തത് സ്വാഭാവികമായിട്ടും അവരെ സ്ഥിരം കേട്ട് വന്നിട്ടുള്ള ലിസണേഴ്സിൻ്റെ ഇടയിൽ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഡൗട്ടാണ്. കാരണം എസ്പെഷ്യലി ഇവർ ട്രെൻഡിങ്ങിലാണ്, ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ഒരു വർഷം എനിക്ക് തോന്നുന്നു 140 സംതിങ് എന്തോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മോർ ദാൻ സംതിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെന്ന്. വിച്ച് ഇസ് നോട്ട് എ സിമ്പിൾ തിങ് മാൻ. അത് ഒരിക്കലും ഒരു സിമ്പിളല്ല. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് 2019 ചെയ്തിട്ടുള്ളത്, എൻ്റെ കംപ്ലീറ്റ് സീസൺ എനിക്ക് തോന്നുന്നു 15 എപ്പിസോഡ് എന്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഒരു 140 എപ്പിസോഡ് എന്നൊക്കെ പറയുന്ന ചില്ലറ സാധനമല്ല. സോ അപ്പോൾ അവരുടെ ഒരു 3 വർഷത്തെ ജേണി പെട്ടെന്ന് എൻഡ് ആവുന്നു. അതും ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്താണ് അതിനൊരു എൻഡ്. അവരതിന് തരുന്നൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ
ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനധികം നാളം ഒരു ഇതുണ്ടാവില്ല. എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് കാരണം ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയാണ്, അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവർക്കതിൽ ആ ഒരു വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മലയാളീസിനും ഒക്കെ ഇത് എന്താണ്, എങ്ങനെയാണ്, എന്ത് സംഭവിച്ചു. കാരണം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനത്തെ കുറേ കഥകളുണ്ട്. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് എന്തൊക്കെയോ പൈസ ഇൻവോൾവ് ആയിട്ടൊക്കെയാണ് ഇവർ തമ്മിൽ അടി ഉണ്ടായതെന്നോ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ പുറകിൽ കുറേ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. സോ ഈ പ്രാവശ്യത്തെ ഒരു എപ്പിസോഡ് വന്നപ്പോഴും ഞാൻ ഓണസ്റ്റായിട്ട് വിചാരിച്ചത് എന്തായിരിക്കും ചിലപ്പോൾ ഇന്നതാണ് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവാനുള്ള ഒരു കാരണം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. അവർ ഭയങ്കര മെച്ചോർഡ് എന്ന് പറയില്ലേ, മെച്ചോർഡായിട്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുമ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ടാവില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്തു. ഏകദേശം കുറച്ച് കാലത്തെ ബ്രേക്കിന് ശേഷം അവരിപ്പോൾ തിരിച്ചു വരുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസിൽ കുറേ നാൾ ബ്രേക്ക് എടുത്തിരിക്കാൻ പറ്റില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓൾഡ് സ്കൂൾ ബോയ്സ് അടിപൊളിയായിട്ട് ഇനി പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്ത് ഉഷാറാവട്ടെ. എനിക്ക് അവരുടെ ഒരു കൺസെപ്റ്റൊക്കെ ഇഷ്ടമായി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായ വിരിച്ച് പബ്ലിക് ലൈക്ക് ഓപ്പൺ എയറിലാണ് അവരുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചെയ്തേക്കണം, പോഡ്കാസ്റ്റ് ചെയ്തേക്കണം, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. ഞാനിവിടെ നോക്കും, ഞാനും എൻ്റെ ഭാര്യയും കൂടെ കഷ്ടപ്പെട്ടാണ് ഈ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ഇതിൽ കൊണ്ടുവന്നിങ്ങനെ ചെയ്യണം. അപ്പോൾ അവർ വളരെ സിമ്പിളായിട്ട് 4 പായും വിരിച്ച് സ്ഥലത്ത് സംഭവമൊക്കെ വെച്ച് അവർ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. അതായത് എല്ലാവരുടെയും സ്റ്റൈലിൽ യുണീക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഇപ്പം എന്തായാലും കയറി വരട്ടെ. ആൻഡ് എനിക്കിതിൽ കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ പുറകിൽ അവർ സ്പ്ലിറ്റായി പോയതിൻ്റെ പുറകിൽ ഇനി ഒരുപാട് പേര് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് എന്താണെന്നുണ്ടെങ്കിലും അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്. അവർ തമ്മിൽ അതിൽ ഹാപ്പിയാണ്. കാരണം അതിനൊരു കൺക്ലൂഷൻ അവർ തന്നെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതവിടെ തീർന്ന്. അപ്പോൾ ഇനി ആ വിഷയങ്ങളൊക്കെ നമുക്ക് വിടാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉഷാറാവട്ടെ. അടിപൊളിയായിട്ട് അവരുടെ പോഡ്കാസ്റ്റും എപ്പിസോഡ്സും ഒരുപാട് ലിസണേഴ്സ് ഉള്ള ഒരു പോഡ്കാസ്റ്റ് ചാനൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാൻസിന് സന്തോഷമുള്ള ഒരുപാട് എപ്പിസോഡ്സ് ഇനി ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ ഈ പോഡ്കാസ്റ്റ് തിരിച്ചു വന്നതിനെ പറ്റിയിട്ടും നിങ്ങളുടെ ഒരു സംഭവങ്ങളെ പറ്റിയിട്ടും ഒക്കെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചിൽ കുപ്പിച്ചൽ.